ഒമാനിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഉത്തരവിറക്കി. സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രിയായി സയ്യിദ് ദി യസീൻ ബിൻ ഹൈതം അൽ സയ്യിദിനെ നിയമിച്ചു. 2020 സുൽത്താൻ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യ പുനഃസംഘടനയാണിത്. സുൽത്താന്റെ സ്ഥാനാരോഹണത്തിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മന്ത്രിസഭയുടെ പുനഃസംഘടന. ഒമാന്റെ സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രിയായി നിലവിലെ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ദി യസീൻ ബിൻ ഹൈതം അൽ സയ്യിദിനെയാണ് നിയമിച്ചത്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും നയ ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നിയമനം സുൽത്താനിന്റെ മുന്നേറ്റത്തിന് ഊർജ്ജം പകരുന്നതാകും. അൻവർ ബിൻ ഹിലാൽ അൽ ജബ്രിയെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രിയായും നിയമിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്രാഹിം അൽ ബുസൈദിയാണ് പുതിയ പൈതൃക ടൂറിസം മന്ത്രി. മുസദ്ദ ഗവർണറായിരുന്നു ബുസൈദി. മസ്കത്ത് ഗവർണറായിരുന്ന സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയെ സാംസ്കാരിക കായിക യുവജന മന്ത്രിയായി നിയമിച്ചിട്ടുണ്ട്. മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി എഞ്ചിനീയർ അഹമ്മദ് അൽ അംറിയെയാണ് നിയമിച്ചത്. സയ്യിദ് ബിലാറബ് ബിൻ ഹൈതമിനെ മസ്കത്ത് ഗവർണറായും സഹമന്ത്രിയായും നിയമിച്ചിട്ടുണ്ട്. വികസന കുതിപ്പ് തുടരുന്ന ഒമാന് പുതിയ ഊർജ്ജം പകരുന്നതാകും മന്ത്രിസഭാ പുനഃസംഘടന. മീഡിയ 1 മസ്കത്ത്.